2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തൊട്ട് കണ്ടു തുടങ്ങിയ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് കേരളത്തിൽ ഒട്ടനവധി പേര് ഇപ്പോൾ BJP-യിലോട്ട് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതും ഈ പറയുന്ന തരത്തിൽ LDFും അതോടൊപ്പം തന്നെ UDFും ഒക്കെ വിട്ടുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തകരാണ് കൂട്ടമായി തന്നെ BJP-യിലെത്തുന്നത്. അത് തൃശ്ശൂരിൽ കണ്ടതാണ് വലിയ തോതിൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ കണ്ടതാണ്, കോട്ടയത്ത് കണ്ടതാണ്, പല തോതിൽ പല ജില്ലകളിലായിട്ട് അത് വളരെ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ പുതുതായിട്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നതിൽ പിന്നാലെ ഇപ്പോൾ ഒരു കൂട്ടമായി തന്നെ UDFിൽ നിന്നും അതോടൊപ്പം തന്നെ LDFിൽ നിന്നും പ്രവർത്തകർ ഈ രണ്ട് പാർട്ടികളും വിട്ടുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളിലെയും ബന്ധം വിട്ടുകൊണ്ട് തന്നെ BJP-യിലേക്ക് ചേർന്നിരിക്കുകയാണ്. അതും കോഴിക്കോടാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് വന്ന 100ഓളം പേർ കോഴിക്കോട് സിറ്റി ജില്ലയിൽ വെച്ച് BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നതിൽ പിന്നാലെ കേരളത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾക്കായിട്ട് BJP ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വളരെ വലിയ തോതിൽ അടിമുടി ഒരു വലിയ തോതിലുള്ള അഴിച്ചുപണി രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് തന്നെ തുടങ്ങി വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെയധികം എഫക്റ്റീവായിട്ട് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനുള്ളിൽ തന്നെയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും വളരെയധികം, അതായത് നിരവധി പേർ കൂട്ടമായി BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അത് കോഴിക്കോടിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ UDFിൽ നിന്നും LDFിൽ നിന്നുമൊക്കെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ BJP-യിൽ എത്തി നിൽക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ BJP-യുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് തീർച്ചയായിട്ടും UDFും LDFും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെ ഈ പ്രവർത്തകരുടെ ഒരു കൂട്ടമായുള്ള കൊഴിഞ്ഞു പോക്കലുകൾ UDFിനെയും LDFിനെയും എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. കാരണം BJP-യുടെ വോട്ട് ശതമാനം കേരളത്തിലും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതും വലതും ഒരുപോലെ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 20% എത്തി നിൽക്കുന്ന ഒരു വോട്ട് ശതമാനം അത് തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടാനായിട്ടുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് BJP. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ, അതിനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെ BJP-യിൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇതൊക്കെ തന്നെ എത്രത്തോളം ബലവത്തായി നടത്തിയെടുക്കാനായിട്ട് BJP-ക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.